ഫോറൻസിക് അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ ഉണ്ണികൃഷ്ണനാണ് നമ്മോടൊപ്പം ചേരുന്നത്. സർ, വലിയൊരു സ്ഫോടനമാണല്ലോ നടന്നിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടുത്തെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്? ഇവിടെ നമ്മൾ രാവിലെ ബഹുമാനപ്പെട്ട DGPയുടെയും ഫോറൻസിക് ലാബ് ഡയറക്ടറുടെയും നിർദ്ദേശപ്രകാരം നമ്മൾ രാവിലെ 6:30 കൂടിയിട്ട് ഒരു ടീം, കേരളത്തിലെ മൊത്തം ഫോറൻസിക് ലാബുകളിലെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടീം തന്നെ ഇവിടെ നമ്മൾ പരിശോധനയ്ക്ക് സജ്ജമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ പരിശോധന ഏകദേശം പൂർത്തിയാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ആ ഏരിയയെ മൊത്തമായിട്ട് നമ്മൾ തരംതിരിച്ച് അവിടെ നിന്ന് എന്തൊക്കെ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നുള്ള സാധ്യതകൾക്കനുസരിച്ച് മൊത്തം സാമ്പിളുകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ആ സാമ്പിളുകൾ കളക്ട് ചെയ്ത് അവിടെ പാക്കിംഗ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥന് നമ്മൾ കൈമാറും. അദ്ദേഹം അത് ഫോറൻസിക് ലാബിലേക്ക് കോടതി മുഖേന പരിശോധനയ്ക്ക് അയക്കും. പൊട്ടിയതും പൊട്ടാത്തതുമായ എല്ലാ സാമ്പിൾസും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ രാസവസ്തുക്കൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കൃത്യമായ ഒരു ഫലം നമുക്ക് ഈ പരിശോധന മുഖേന കാരണത്തിലേക്ക് നയിക്കുന്നത് അതായിരിക്കും. അതും സാധ്യതയുണ്ട്. എന്തൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയാണ് സാധ്യതകളുള്ള അപകടത്തിന് പല കാരണങ്ങളും നമുക്ക് പറയാമല്ലോ. കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും, ഈ ചൂടിൻ്റെ കാരണങ്ങൾ കൊണ്ടുണ്ടാവും, പിന്നെ നിരോധിതമായ രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടാവും, ഏതും കാരണമാകാറുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് ഇവരുപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളുടെ പരിശോധനയിൽ വരുന്നത്. കനത്ത ചൂടുകൊണ്ട് തീപിടുത്തം ഉണ്ടാവും. ചൂട് കൊണ്ട് മാത്രമായിട്ട് തീപിടുത്തം ഉണ്ടാവില്ല, പക്ഷേ അതിനനുസരിച്ച് രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലാണ് സാധാരണഗതിയിൽ അങ്ങനെ കാണാറുള്ളത്. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് മറ്റൊരു കാരണമാണ്. ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത് ഒരു എക്സ്പ്ലോസീവ് സീനുകളിൽ. അതല്ലാത്ത ഇഷ്ടം പോലെ വേറെയും കാണാറുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇന്നത് എന്ന് പറയണമെങ്കിൽ നമുക്കിതിനെ എല്ലാവരും കൂടിയുള്ള ഒരു ഡിസ്കഷൻ വേണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് പലയിടത്തും കണ്ടതിനേക്കാൾ തീവ്രത കൂടിയ ഒരു സ്ഫോടനമാണ് ഇവിടെ നടന്നത്. തീവ്രത കൂടിയ ഒന്ന് തന്നെയാണ്. മറ്റു പലതിനേക്കാൾ എന്ന് പറയാൻ വയ്യില്ലെങ്കിലും ഇത് നല്ല തീവ്രത കൂടിയ ഒരു സ്ഫോടനം തന്നെയാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പരിശോധനയ്ക്കായി പ്രത്യേകമായ ഒരു ടീമിനെ തന്നെ നിയോഗിച്ചിട്ടുള്ളതും അതിൻ്റെ പരിശോധനാ ഫലം എത്രയും വേഗം ലഭ്യമാക്കുന്ന രീതിയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്. എന്താണെങ്കിൽ അപകടത്തിൻ്റെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാകും ഫോറൻസിക്കിൻ്റെ കണ്ടെത്തൽ എന്നത് വ്യക്തമാണ്. അത് ഈ അന്വേഷണത്തിന് വളരെ പ്രധാനവുമാണ്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.